കോംപ്രമൈസ്ഡ്. എന്റെ പേര് കേട്ടായിരിക്കും. ആ കുഴപ്പമില്ലല്ലോ. അപ്പൊ നീ കണ്ടി കിടന്ന് കുറയ്ക്കണ കിടന്ന് നീ ഹോസ്റ്റൽ നടന്നോടാ എനക്ക് മിണ്ടായിടാ പറഞ്ഞിട്ടുണ്ട്. മിണ്ടയിലടാ പറഞ്ഞിട്ട് മിണ്ടയിടാ കുറയ്ക്കാന്ന് ഇവിടെ നിന്ന് പാട്ടി. നീ ആര്? നീ സൂപ്പർ അല്ലടാ. എടാ നമ്മള് സൂപ്പർ ആയാലാണ് നീ ഇവിടെ കൈപൊക്കി മൂഞ്ചി നിൽക്കണം. മനസ്സിലായടാ? മനസ്സിലായോ? ഞാൻ തെരഞ്ഞെടുത്ത് പുറത്തു വരിക്കടാ. പൊറമൊണ്ണെ പരമൊണ്ണെ. അയ്യേ ഒരു മിനിറ്റ് നീ കാണാവോ? ഇതിനെ പുറത്തും സംസാരിക്കാൻ പാടില്ല. ഫിയർ കാണിക്കാത്തതിന് ഓൾറെഡി ഇവന് ബാൻ ഉണ്ട്. എന്തായാലും ഇവന് ഫിയർ കാണിക്കാത്തതിന് എന്തായാലും ബാൻ ഉണ്ട്. എടാ മനസ്സിലായോ? ഒരു മിനിറ്റ്. എടാ നീ ചത്ത സംസാരിച്ച നീ കുണക്കണ്ട. നിനക്കുള്ളത് വേറെ. അത് പിന്നെ മനസ്സിലായില്ലേ? നീ ഇവിടെ കിടന്ന് കുണച്ചാ മതി. മനസ്സിലാടാ പട്ടി? മനസ്സിലാടാ പട്ടി? നീ 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 എന്താണ് ഉദ്ദേശിച്ചത്? നീ ആര്? നീ പിള്ളേരെ തൊടും എന്റെ പാട്ടി. നീ അവിടെ കട. നീ അവിടെ കട. കത്തിക്കല അവിടെ കട. നീ പോയിട്ട് നീ ചത്ത് നെവറിട്ട് നീ പോയി പറയണം നിന്റെ അണ്ണന്മാരുടെ അടുത്ത്. മനസ്സിലായില്ലേ? മുട്ട നിക്കുമ്പോ പറയാം. മനസ്സിലായാ? മുട്ട റാമ്പ വന്നാ നീയൊക്കെ കേട്ടാ? പരമൊണ്ണ നീ എവിടെ കയറി വരേ? നിന്റെ അച്ചിവിടെ വിചാരിച്ചാടാ ഇങ്ങോട്ട് ഇങ്ങനെ തെള്ളിക്കയറി വരാൻ. നിന്റെ അച്ചിരിക്കണോ ഇവിടെ? വിളിച്ചോണ്ട് പോയി പരമൊണ്ണെ. നീ കേരടാ. നിന്റെ അവസ്ഥ ആലോചോടാ. പുഴുത്ത പട്ടി കാട്ടി നശിച്ച അവസ്ഥയാണല്ലോടാ നിന്റെ. ആലോചോക്ക് നീ. ഇതിലും വലിയ ദുർഭാഗ്യം ആളുണ്ടാ? പോയി പറ. നീ പോയി പറ. ആവന്ന പണിക്ക് നിക്കാൻ പോയി പറ. നിന്റെ പൊണ്ണ സെബൂട്ടൻ പോയി പറ നീ ആദ്യം. കേട്ടാ? മര്യാദക്ക് നെവർ നിക്കാൻ പറ നട്ടലോടുകൂടെ. അവന് ഫിയർ ആർപ്പിയിലെ ഒരു കുണ്ണയില്ല അവന് പാട്ടിക്ക്. ഇതുണ്ട്. അതായത് നമ്മളെ അവനവിടെ ഡെഡ് ക്യാരി ചെയ്തിട്ടുണ്ടല്ലേ കൊണ്ടുവന്ന് ഹോസ്റ്റേജിനെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു റൂളുണ്ട്. EMS കൊണ്ട് പൊക്കിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ ബോർഡറുമായിട്ട് അവനെ ഓർമ്മിപ്പിച്ചിട്ടോ. അവൻ പോയെന്നോളി. ഇവൻ വേറെ മറ്റേ വീടിയും ചെയ്തിട്ട് മറ്റേ കിക്കയില്ലേ പോയി. മറ്റേ നോക്കാം. നമ്മുടെ ലിഫ്റ്റ് ആയില്ലേ? പിന്നെ ചന്ദ്ര, നേരത്തെ കേസ് ഇത്രേ ഉള്ളൂ. ഇവിടെ നേരത്തെ എന്താ മരണം പറഞ്ഞ കൊറേ എണ്ണ ഓസി പറയുന്നുണ്ടായിരുന്നല്ലോ ഇവിടെ. അതെന്തോ തീരുമാനം? അതെന്തോ ചെയ്യാൻ വന്നത് ഇനി? അത് ചെയ്യണം. ഇതിന്റെ അമ്മമാരെ തീരുമാനമായി ക്യാമ്പസ് അടിച്ചത് ആണല്ലേ? എടാ മോനെ കുട്ടേ, നീ പോയി പറയണം പിള്ളേരെ ദേഹത്ത് തൊട്ടാ ഇതുപോലെ ഇരിക്കും. മനസ്സിലായില്ലേ? നീ വന്ന് കിടക്കും എന്റെ പിള്ളേരെ ദേഹത്ത് തൊട്ടാ. മനസ്സിലാടാ പാട്ടി? നീയൊക്കെ മിണ്ടാക്കണം പറയാ കൊല്ലല്ലേ നീയൊക്കെ. പോയി എടാ വളർത്തപ്പട്ടി. എടാ ഹോസ്റ്റപ്പട്ടി. എടാ കേക്കാവൂടെ? ഓ കത്തിക്കവനെ. കത്തി അടുത്ത ഗ്യാങ് വെയിറ്റിംഗ്. അവനെ കൊടുത്തേക്കോ. കൊടുത്തുവിടും. അവനെ കൊടുത്തുവിടും. എനിക്ക് വണ്ടിയിലിട്ട് വണ്ടി അടിച്ച് പൊട്ടിച്ചെറുപ്പിച്ചാലോ? എങ്ങനെയുണ്ട്?
വണ്ടി ഇവരെ അങ്ങ് വേണം പ്ലീസ് ഇല്ലടാ നമുക്ക് ഇല്ലടാ കാണാൻ പറ്റത്തില്ലടാ എടാ മരെ വീട് കിട്ടിയടാ എടാ വേറെ ആവശ്യമുണ്ടോ അത് അത്രക്ക് ചെറിയ സ്ഥലം ഷമീറെ വേണോടാ ഷമീറെ വേണം ഷമീറെ വേണം ഒരു പയ്യനെങ്കിലും തരായിരുന്നു എനിക്ക് അവനെ ഇല്ലല്ല ഇവരെടുക്കാൻ പറ്റുന്നില്ലല്ലോടാ എന്താ ഇല്ലല്ല പൊക്കെന്ന് വേണ്ട ഇവനെ എടാ അവനെ ഈ തെങ്ങിനെ മുട്ടിട്ടാടാ തെങ്ങിന്റെ മുകളിൽ തെങ്ങിനെങ്കിലും വളമാവട്ടറാ തെങ്ങ് ദൈവമേ എടാ ഈ തെങ്ങ് പോക്കാ മനസ്സിലായില്ലേ ഈ തെങ്ങ് ഞാൻ പോയെന്ന് വിചാരിച്ചു നിന്നെ കത്തിക്ക ഈ തെങ്ങിന്റെ മുട്ടി തന്നെ ഇട്ട് മനസ്സിലായില്ലേ നീ നിന്റെ അണ്ണന്മാരത്ത് പോയി പറയണം നിന്റെ സെബു അണ്ണന്റെ അടുത്തും മറ്റേ കുറച്ചന്മാരുണ്ട് അവരങ്ങ് വായിലങ്ങ് വരുന്ന എനിക്കങ്ങ് ഞാനൊന്നും പറയണില്ല ചാവടാ നീ ചാക് നീ വേറെ കിട്ടിയല്ലോ എൻജോയ് നിങ്ങളെ പാടായി നമുക്കറിയില്ല അടിച്ചു പോടാ മൊണ്ണേ അടിച്ചു പോ ഇനി കൈപൊങ്കൽ നീ പിള്ളേരെ ഏത്തോടാ മനസ്സിലായാ നമ്മളെ ഹോസ്റ്റലായിട്ട് കൊണ്ടുവന്നമാരെല്ലാം എടുത്ത് വെളിയിട്ടേക്കാൻ ആരാന്നൊക്കെ എടുത്തോണ്ട് ഒരുത്തല്ലേ പാപ്പാ ഞാൻ മറ്റേ പട്ടി തന്നെ വിളിക്കണം എന്ന് ചിരിക്കില്ല പട്ടി തണ്ടിയാന്ന് അത് ഇനി ഞാനവനെ മുഴുത്ത തെറി വിളിച്ചിട്ട് ഞാൻ പുറത്തിരിക്കണേ ഇനി അവനെ വരാതി എവിടെ നിങ്ങളെവിടെ നമ്മുടെ കൂട്ടത്തിൽ ഇത് ആരും തീപിടിച്ച തീ കൂടെ കിടഞ്ഞു വരുന്നു വാ ഇനി ചൂടുവട്ടി എടുത്ത് ചോദിച്ചിട്ടാ വാ ചൂടുവട്ടി എടുത്ത് ചോദിച്ചിട്ടാ വാ ഇതാര് ഇങ്ങോട്ട് കൊല്ലല്ലേ എടാ സ്റ്റാർക്കല്ലേ സ്റ്റാർക്കിന് എന്തൊരാവശ്യം എടാ നിനക്ക് കൊറയായിരുന്നല്ലടാ പട്ടി നീ എഴി നീ ചാക് പട്ടികള് മറ്റേ അവനെ ഇരുത്ത് കൊണക്കായിരുന്നടാ നീ കടാ അവിടെ നീ അവിടെ കടാ പട്ടിത്തീട്ടമേ നീ അവിടെ കടാ നിനക്ക് എടാ നീ എന്താ വിചാരിച്ചു ഗ്യാങ് ഹൗസിന്റെ അത് കയറിയിട്ട് എല്ലാരും പിടിച്ച് വളർത്താന്ന് വിചാരിച്ചാ അല്ല നീ ഒന്ന് എനിക്കൊന്ന് വിസ്തരിച്ചു തരാവോ നീ ഒന്ന് എവിടെയെങ്കിലും വന്നൊന്ന് വിസ്തരിച്ചു തരാവോ ഒന്ന് നീ എന്താ വിചാരിച്ച് ഗ്യാങ് ഹൗസിനകത്ത് 4 വണ്ടി കൊണ്ട് നിരത്ത് ഇറങ്ങി നമ്മളും നിന്റെ വേണ്ടി കൈയ്യട്ടിക്ക് വിചാരിച്ചാടാ മൊണ്ണെ പരമൊണ്ണെ ഹലോ എടാ പരിപാടി ചൂടുവട്ടി എടുത്ത് വരും എന്തൊരു പ്രശ്നമൊന്ന് സിറ്റുവേഷനില് സ്റ്റാർട്ടിങ്ങില് ഫയറിംഗ് ആയിട്ടില്ല അല്ലേ മറ്റേ അതായത് നമ്മുടെ വണ്ടിയുടെ കേസിൽ ഈ പറയുന്നത് പോലെ അവരുടെ വണ്ടി എടുത്തോണ്ട് പോ പൈസ വേണ്ടെന്ന് പറഞ്ഞ സമയത്ത് അവര് വണ്ടി എടുത്തോണ്ട് പോയപ്പോ കൊണച്ചിട്ട് പോയി അല്ലേ കൊണച്ച് അടിക്കുന്നത് നമ്മുടെ ഇവിടെ ഞാൻ പറഞ്ഞുതരാം അതായത് അവിടെ വെച്ച് കൊണയായിട്ട് ഞാൻ വാർണിംഗ് ഫെയർ കൊടുത്തു അടിക്കുമെന്നുള്ള രീതിയിൽ പറഞ്ഞ് വണ്ടി എടുത്താൽ വണ്ടി എടുത്ത് അതൊരു സിറ്റുവേഷൻ ട്രിഗർ ആയി വണ്ടി ആ സിറ്റുവേഷൻ ട്രിഗർ ആയാണ് പ്രോപ്പർ ആയിട്ട് അന്നേരം അവിടെ അടി പൊട്ടിയില്ല അതിന് പകരം അമരുന്ന് പിറ്റ് ചെയ്യാം നമ്മളെ ഈ ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടില് എല്ലായിടത്തും വണ്ടി പിറ്റായിട്ടാണ് അവർ ഞാൻ ഗ്യാങ് ഹൗസിന്റെ അകത്ത് പോയിരുന്നത് എന്നിട്ടാണ് അവർക്ക് സിറ്റുവേഷൻ എന്തെന്ന് അറിയണമെന്ന് പറഞ്ഞിട്ട് അവിടെ അഡ്മിൻ വിളിച്ചിട്ടിരുന്നത് മനസ്സിലായില്ലേ
അത് നമ്മുടെ ഗ്യാങ്സ് കയറിയത് അമ്മാരല്ലേ, നമ്മളാരും കയറിയില്ലല്ലോ. ഏതിന്റെ? ഇല്ല 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 ഇല്ല. ആ സിറ്റുവേഷൻ ട്രിഗറായി നമ്മള് വണ്ടി എടുത്ത് അപ്പഴേ വെളി ഇറങ്ങി അല്ലേ? ആ ഇറങ്ങി, നമ്മളിറങ്ങി. അതായത് ഈ വണ്ടി പിറ്റിംഗ് സമയത്ത് നമ്മൾ വണ്ടി അകത്ത് കയറി, കാരണം നമ്മുടെ വണ്ടി ഇല്ലായിരുന്നു. നമ്മൾ വണ്ടി എടുത്ത് നമ്മൾ അപ്പൊ തന്നെ ഇറങ്ങി പുറത്ത്. വണ്ടി എടുത്ത് അപ്പൊ തന്നെ ഇറങ്ങി. ആ ഇറങ്ങി അപ്പൊ തന്നെ ഇറങ്ങി. വണ്ടി എടുക്കാനുള്ള ആ ഒരു ടൈം മാത്രമേ നമ്മൾ എടുത്തിട്ടുണ്ടാവുള്ളൂ. സമയം എടുത്തില്ല. അപ്പൊ തന്നെ അത് കഴിഞ്ഞിട്ട് അവന്മാരോട് നമ്മൾ സംസാരിക്കുന്ന അമ്മ എന്താ പറഞ്ഞേ അവിടെ ചെന്നപ്പോ? എന്തിനാ പട്ടികൾ കരക്കുന്നേ കരയുന്നേന്നൊക്കെ അവിടെ ഒന്ന് കൊണ അടിച്ച് അല്ലേ? പുറത്തിറങ്ങാൻ പറഞ്ഞപ്പോ എന്റെ അമ്മ ട്രിഗറിങ് ആയിരുന്നു. പുറത്തിറങ്ങാൻ പറഞ്ഞപ്പോ അങ്ങനെയാണ് പറഞ്ഞത്. അത്രേ ഉള്ളു. നമ്മള് അവിടെ 15 മിനിറ്റ് കൂടുതൽ അമ്മമാര് കയറി വരുന്നില്ലേ? 15 മിനിറ്റ് കൂടുതൽ. അതിനുശേഷമാണ് അഡ്മിൻ അനൗൺസ്മെന്റ് ഇട്ടത്. നമ്മൾ ഫയർ ചെയ്ത്. ഈ സിറ്റുവേഷൻ ട്രിഗർ ആയിട്ടില്ലെങ്കിൽ നമുക്ക് ഗ്യാങ് ഹൗസിൽ കയറി വന്നുണ്ടോ? നമ്മള് ഈ വണ്ടി എടുത്ത് ഇറങ്ങണേന്റെ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. വണ്ടി എടുത്തിട്ട് മാക്സിമം ഒരു 3-4 മിനിറ്റ് ഇറങ്ങാം. 15 മിനിറ്റ് കൂടുതൽ. 15 മിനിറ്റ് ഒരിക്കലാവില്ലല്ലോടാ, ഒരിക്കലാവില്ലല്ലോടാ 15 മിനിറ്റ്. എങ്ങനെ കൂടുതൽ 15 മിനിറ്റ് ഇല്ല, മാക്സിമം 5 മിനിറ്റ് നമ്മളെടുത്ത. മാക്സിമം 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 നമുക്ക് സിറ്റുവേഷൻ ട്രിഗറായി കഴിഞ്ഞാൽ 15 മിനിറ്റ് കൂടുതൽ സേഫ് സോൺ ഉള്ളിയാൻ പാടില്ലെന്ന്. അറിയാവുന്നൊരു പയ്യനാണ്. എടാ മറ്റേ മൂത്രത്തിന്റെ കത്തിച്ചു വിട്ടാ സക്കീറേ? ചന്ദ്രു എവിടെ ആയിരുന്നു? ഞാൻ ഉണ്ടായല്ലോ, ഇത്ര നേരം ഞാൻ ഉണ്ടായി. ചന്ദ്രു നമ്മള് ചന്ദ്രു കുറച്ച് കറങ്ങിട്ട് വരാവേ. നോക്കിട്ടോ വാസന വരുവോളാ? ഇല്ല അറിയത്തില്ല. ചോദിച്ചോക്കിയെന്ന് മെസ്സേജ് ആയിരുന്നു അറിയില്ല.